Okay, problem നോക്കി. A 16 mm thick plate is welded to a vertical support by two fillet weld as shown in figure. അപ്പോൾ നമ്മൾ ഇത് ടോപ്പ് വ്യൂ ആണ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ വെദർ ഇത് ലോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ വെൽഡ് പ്ലെയിൻ ഓർ പാരലൽ ടു ദ വെൽഡ് പ്ലെയിൻ. ലോഡ് വെൽഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ലോഡ് പെർപെൻഡിക്കുലർ ടു വെൽഡ് പ്ലെയിൻ ആണോ പാരലൽ ടു വെൽഡ് പ്ലെയിൻ ആണോ? പാരലൽ ടു ദ വെൽഡ് പ്ലെയിൻ. ഓക്കെ, പിന്നെ ഇതിനകത്ത് എന്ത് തന്നേക്കുന്നത് മാക്സിമം ടോ മാക്സ് വന്നിട്ടുണ്ട്. ടോ മാക്സ് തന്നിട്ടുണ്ട്. നമുക്ക് അത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് പാരലലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെൽഡ് സിമെട്രിക്കലാണോ അസിമെട്രിക്കലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലേ. സിമെട്രിക്കലാണോ അസിമെട്രിക്കലാണോ? സിമെട്രിക്കലാണോ അസിമെട്രിക്കലാണോ? അസിമെട്രിക്കലാണെന്ന് മനസ്സിലായി അല്ലേ. അപ്പം നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടോ മാക്സ്. ടോ മാക്സിൻ്റെ ഫോർമുല എന്താണ്? ടോ മാക്സിൻ്റെ ഫോർമുല എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ടോ മാക്സിൻ്റെ ഫോർമുല എന്താണെന്ന് പറഞ്ഞേ. ടോ മാക്സിൻ്റെ ഫോർമുല എന്താ? ടോ മാക്സ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് tau dash square പ്ലസ് tau double dash square plus 2 tau dash 2 double dash cos theta. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നിരിക്കുന്നതല്ലേ എടുത്തത്. എന്ത് തന്നിരിക്കുന്നത്? പി തന്നിട്ടുണ്ട്. പി എത്ര? 20 kN. ആ ഡേറ്റ ബുക്ക് എടുത്ത് നോക്കിയേ. ഡേറ്റ ബുക്ക് പേജ് നമ്പർ 96 എടുത്തിട്ട് ഏത് ഇതിനായിട്ടാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വെൽഡിൻ്റെ ഷേപ്പ് എന്തുവാ? പേജ് നമ്പർ 96-നകത്ത് എത്രാമത്തെ കോളാണ്? 1 2 3 4 5 അഞ്ചാമത്തെ റോ അല്ലേ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് എന്നിൻ്റെ വാല്യൂ എന്തുവാ? 100. എമ്മിൻ്റെ വാല്യൂ എന്ത് വരും? സംശയമുണ്ടോ? ഇത് കമ്പയർ ചെയ്തെടുത്ത് എഴുതിയേ ഉണ്ടോ? സംശയമുണ്ടോ? ഇല്ല. ഇനി അടുത്ത നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ടോ ഡാഷിൻ്റെ ഫോർമുല എന്തുവാ? ടോ ഡാഷ് എന്ന് വെച്ചാൽ എന്തുവാ സത്യത്തില? എടുത്ത് എഴുതുക. ടോ ഡാഷ് പ്രൈമറി ഷിയർ സ്ട്രെസ് ടോ ഡാഷ് ഇസിക്കൽ ടു പി ഡിവൈഡഡ് ബൈ എന്തുവാണ്? HT ഇൻറ്റു L അല്ലേ. പി എന്താണ്? P ഇസിക്കൽ ടു 20 kN, 20 × 10⁻³ ന്യൂട്ടൺ. HT എന്താണ്? എന്തുവാടാ HT ഉണ്ട്? 0.707 H. L എന്തുവാ? ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് എന്തുവാ? ഇവിടെ വെൽഡിന് ടോട്ടൽ ലെങ്ത് എന്തുവാ? നിങ്ങൾ പറ. N+M. അപ്പോൾ എത്ര വരും? 150 + 100. അപ്പോൾ എത്ര വരും? 250 വരും. അത് ഉപയോഗിച്ച് എന്തിനകത്ത് ഇട്ട് കൊടുക്കുമ്പം നമുക്ക് ടോ ഡാഷിൻ്റെ വാല്യൂ കിട്ടും. കണ്ടുപിടിച്ചേ. ടോ ഡാഷിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് H വരും. 113.137 divided by H. 113.137 divided by H. അപ്പോൾ അടുത്ത് എന്ത് കണ്ടുപിടിക്കണ്ടേ? ടോ ഡാഷ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? ടോ ഡബിൾ ഡാഷിൻ്റെ ഫോർമുല എന്താ ഡേറ്റ ബുക്കിലാ? ടോ ഡബിൾ ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്? സെക്കൻഡറി ഷിയർ സ്ട്രെസ് ആണ്. അപ്പം സെക്കൻഡറി ഷിയർ സ്ട്രെസ് ടോ ഡബിൾ ഡാഷ് ഇസിക്കൽ ടു പി ഇൻറ്റു ഇ ഇൻറ്റു റൂട്ട് ഓഫ് m² + n² ഡിവൈഡഡ് ബൈ 2 × J. പി എന്താണെന്നറിയാം. പി എത്ര? 20 kN. ഇ എത്ര? ഇ എന്ന് വെച്ചാൽ എന്താണ്? എക്സെൻട്രിസിറ്റി. ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സത്യം പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ എവിടെ വരെയുള്ള ഡിസ്റ്റൻസാ?
സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ എവിടെ പറയുക ഡിസ്റ്റൻസാ? ഈയുടെ വാല്യൂ നമുക്ക് അവിടെ നിൽക്കട്ടെ, ഈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് പകരം എമ്മിൻ്റെ വാല്യൂ അറിയാം അല്ലേ, എന്നിൻ്റെ വാല്യൂ അറിയാം. ഈ ജെയുടെ വാല്യൂ ഒക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് സിമെട്രിക്കൽ വെൽഡ് ആണോ? സിമെട്രിക്കൽ വെൽഡ് ആണോ? അല്ല, സിമെട്രിക്കൽ വെൽഡ് അല്ലെങ്കിൽ വരുമ്പോഴത്തേനും അവിടെ ഒരു പ്രശ്നമുണ്ട്. എക്സെൻട്രിസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് എക്സെൻട്രിസിറ്റിയുടെ എക്സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്ന് ഞാൻ ചുമ്മാ പറയുമോ. ഇപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ ആണെന്നിരിക്കട്ടെ, ഇവിടെ മുതൽ ലോഡ് ആക്ട് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എനിക്ക് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അറിയാവോ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അറിയാവോ? അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര ഡിസ്റ്റൻസുമായിട്ടാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളത് നമ്മുടെ ഡേറ്റാ ബുക്കിനകത്തുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത ഡേറ്റാ ബുക്ക്. ഈ MX MY എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? ഡേറ്റാ ബുക്കിനകത്ത് MX MY കിടക്കുന്നുണ്ടോ? ഇപ്പോൾ MX എന്ന് വെച്ചാൽ എന്താണ്? ടോപ്പ്, അതായത് ഇങ്ങനെ ഒരു വെൽഡ് കിടപ്പുണ്ട്. ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ N ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ M ആണ്. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് M അല്ലേ, ഞാൻ ഇതിനെ കൊടുക്കാം? MX എന്ന് കൊടുക്കുക. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് N അല്ലേ, അപ്പോൾ അതിനെ കൊടുക്കാം? NY എന്ന് കൊടുക്കുക. ഡേറ്റാ ബുക്ക് തന്നിട്ടുണ്ട്. NY മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? MX NY കണ്ടുപിടിക്കണം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് MXും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി MXും MYയും കണ്ടുപിടിക്കുക. MX MYയും കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തുവാ? ഡേറ്റാ ബുക്കിൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഇതൊരു അസിമെട്രിക്കൽ വെൽഡ് ആയതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G എന്ന് പറഞ്ഞ പോയിന്റ് ഈ എമ്മിൻ്റെയും എന്നിൻ്റെയും ലെങ്തിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ടോപ്പ് വെൽഡിൽ എത്ര ഡിസ്റ്റൻസ് മാറി? MX ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. വെർട്ടിക്കൽ വെൽഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് വേണ്ട? NY ഡിസ്റ്റൻസ്. ഇത് ഡേറ്റാ ബുക്കിൽ തന്നിട്ടുണ്ട്, MX NY. അപ്പോൾ MXൻ്റെ ഇക്വേഷൻ നമുക്ക് ഡേറ്റാ ബുക്കിൽ കിടപ്പുണ്ട്. എത്രയാ? M² ഡിവൈഡ് ബൈ 2 × N + M. MYയുടെ ഇക്വേഷനോ? NY ഇക്വേഷനോ? N² ഡിവൈഡ് ബൈ 2 × N + M. അപ്പോൾ NX MYയും കണ്ടുപിടിച്ചേ, MXൻ്റെയും NYയുടെയും വാല്യൂ കണ്ടുപിടിച്ചേ. അപ്പോൾ MX NY എന്താണെന്ന് നമുക്ക് മനസ്സിലുണ്ടാവണം. ഞാൻ എന്താണ് ഈ MX കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് NY കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എനിക്ക് ആ മനസ്സിലുണ്ടാവണം. അത് ചുമ്മാതെ തിയററ്റിക്കലായിട്ട് കണ്ടുപിടിച്ച് വെക്കരുത്. അത് കണ്ടുപിടിച്ചേ, MXൻ്റെയും NYയുടെയും വാല്യൂ കണ്ടുപിടിച്ചേ. MXൻ്റെയും NYയുടെയും വാല്യൂ കണ്ടുപിടിച്ചേ. MX 45 NY 20 mm. MX 45 NY 20 mm കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? അത്രയും. അപ്പോൾ നമ്മളത് ഇതിനകത്തോട്ട് വരയ്ക്കാൻ പോവാണ്. ഏത് ഡിസ്റ്റൻസാ MX? ഇത് MX എത്ര കിട്ടി? എത്ര കിട്ടി? 45 mm. അടുത്തത് NY എത്ര കിട്ടി? 20 mm. 20 mm. അത് നമ്മളവിടെ കാണിച്ചു. ഓക്കെ,
സാർ MXും NYയും കിടക്കുന്ന പേജ് നമ്പർ എന്ന് പറയാം കേട്ടില്ല. ആ എടാ നമുക്കിവിടെ അൺസിമെട്രിക് വെൽഡാണ് അല്ലേ, അൺസിമെട്രിക് വെൽഡാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാകുമ്പോൾ അറിയത്തില്ല. എക്സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. അതുകൊണ്ട് എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ വെൽഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാ ആ ഡേറ്റാ ബുക്ക് നോക്കി. വെർട്ടിക്കൽ വെൽഡിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് മാറിയിട്ട് എത്ര ഡിസ്റ്റൻസ്, NY ഡിസ്റ്റൻസ്. ആ NYയുടെ ഫോമിൽ ഡേറ്റാ ബുക്ക് കിടപ്പുണ്ട്. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ വെൽഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാ MX ഡിസ്റ്റൻസ് മാറിയിട്ട് ആ MX എന്ന് പറയുന്നത് ഡേറ്റാ ബുക്ക് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക, MXും NY. പേജ് നമ്പർ 96 റോ 1 2 3 4 5. ഓക്കെ, ഇനി നമുക്ക് എക്സെൻട്രിസിറ്റി ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ. എക്സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, എവിടെ നിന്നിട്ട് എവിടെ ഡിസ്റ്റൻസാ? എക്സെൻട്രിസിറ്റി എവിടെ നിന്നിട്ട് എവിടെ ഡിസ്റ്റൻസാ? ഈ G മുതൽ എവിടെ വരെ ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി? ഈ എന്തുവാ, ഈ G മുതൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 100 minus NY ആണ്. 100 മൈനസ് MY ആണ് ഇവിടെ വരുന്നത്. MY അല്ലേ ഈ ഡിസ്റ്റൻസ് 100 plus 250 ഇല്ലേ? ഇവിടെ 250 ഉണ്ടല്ലോ ടോട്ടല്. ഇപ്പം എന്ത് വരും, ആദ്യം 100 പ്ലസ് 250 മൈനസ് ഓഫ് NY. മനസ്സിലായോ? ഇത് കാണാതെ പഠിച്ചു വെക്കരുത്. ക്വസ്റ്റ്യനകത്ത് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പോൾ 100 പ്ലസ് 250 മൈനസ് ഓഫ് എന്ത് സബ്ട്രാക്ട് ചെയ്യണം, എന്തോ സബ്ട്രാക്ട് ചെയ്യുന്നത്, ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? ഈ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ എന്ത് കിട്ടും? എക്സെൻട്രിസിറ്റി എങ്ങനെ എടുത്തതെന്ന് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എക്സെൻട്രിസിറ്റി എങ്ങനെ കണ്ടുപിടിച്ച് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. അതാണ് ഇതിനകത്ത് ഏറ്റവും കീ സംഭവം. അപ്പം നമുക്കിവിടെ എന്ത് ടൈപ്പ് ഓഫ് വെൽഡാണ്, സിമെട്രിക് വെൽഡാണോ അസിമെട്രിക് വെൽഡാണോ? ഓക്കെ, ഇതാണ് ഞാൻ വെൽഡ്. ഇതിനകത്ത് എവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര, ഈ വെൽഡ് ഡിസ്റ്റൻസ് എത്ര? 100. ഈ ഡിസ്റ്റൻസ് എത്ര? 250. ഈ ഡിസ്റ്റൻസ് എത്ര? 150 ഇല്ലേ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിട്ട് വരുന്നു? ഓൾമോസ്റ്റ് എവിടെയായിട്ട് വരുന്നു? G വരുന്നു അല്ലേ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെർട്ടിക്കൽ വെൽഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്ര? ഡേറ്റ ബുക്ക് നോക്കി. എന്തോ ഡേറ്റ ബുക്കിനകത്ത് വെർട്ടിക്കൽ വെൽഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി N. ഡേറ്റ ബുക്ക് നോക്കണം പിള്ളേരെ. ഡേറ്റ ബുക്ക് നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടും. എന്തോ ഈ ഡിസ്റ്റൻസ് എന്തോ ഡേറ്റ ബുക്കിൽ കാണിച്ചേക്കുന്നത് NY. ഇനി ഈ ഡിസ്റ്റൻസ് എന്തോ ഡേറ്റ ബുക്ക് കാണിച്ചേക്കുന്നത് MX അല്ലേ. ഈ N എന്ന് പറയുന്നതാണ് 100, ഈ M എന്ന് പറയുന്നതാണ് 150. അപ്പോൾ ഈ MXും NYയും കണ്ടുപിടിക്കാനുള്ള ഫോർമുല പ്രത്യേകം ഉണ്ട്. MXൻ്റെ ഫോർമുല എന്തുവാ? ഡേറ്റ ബുക്ക് കിടപ്പുണ്ട്. കണ്ടോ പിള്ളേരെ? NYയുടെ ഫോർമുല എന്തുവാ? അതും ഡേറ്റ ബുക്കിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ MXൻ്റെ വാല്യൂ എത്ര കിട്ടി നിങ്ങൾക്ക്? എത്ര കിട്ടി? NYയുടെ വാല്യൂയോ? ഓക്കെ, ഇനി നമുക്ക് എന്തുവാ വേണ്ടത്? എക്സെൻട്രിസിറ്റി വേണം. എക്സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താ? G മുതൽ പറഞ്ഞേ, G എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ എവിടെ വരെ ഡിസ്റ്റൻസ് എക്സെൻട്രിസിറ്റി? ഇവിടെ വരെ ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി എന്ന് പറ.
നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പറയണം. ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ പറയണം. ജി മുതൽ എവിടം വരെയാണ് എക്സെൻട്രിസിറ്റി ഡിസ്റ്റൻസ്? അപ്പം നമുക്ക് എന്ത് ഡിസ്റ്റൻസ് അറിയാം? ടോട്ടൽ ഡിസ്റ്റൻസ് അറിയത്തില്ലേ? ഈ ഡിസ്റ്റൻസ് എത്ര? 100. ഇതല്ല, സോറി, ഈ വെൽഡ് ഡിസ്റ്റൻസ് 100. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 250. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? 350 വരത്തില്ലേ? 250. അപ്പോൾ ഈ എക്സെൻട്രിസിറ്റി എന്തുമായിരിക്കും? 250ൻ്റെ കൂടെ 100 കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അതിനകത്തുനിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? NY സബ്ട്രാക്ട് ചെയ്യണം. -NY ചെയ്യണം. അപ്പോൾ എക്സെൻട്രിസിറ്റി കിട്ടും. എക്സെൻട്രിസിറ്റി എത്ര കിട്ടും? എക്സെൻട്രിസിറ്റി 30 mm കിട്ടും. ഓക്കെ, 330 mm കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ സർ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ? ഡേറ്റാ ബുക്കിനകത്ത് ഇക്വേഷൻ ഉണ്ടായിരുന്നു. കോസ് തീറ്റ ഈക്വൽ ടു നമ്മൾ ആ ഇക്വേഷൻ, ഏത് ഇക്വേഷൻ ആയിരുന്നു? n/√m² + n². പക്ഷേ ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണം? അത് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫിഗർ ഇങ്ങോട്ട് ഒന്നുകൂടെ എടുക്കുവാണ്. ഇത്രയും മനസ്സിലായോ? ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ട് ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഈ ഒരു ഫിഗർ നോക്കിയോ? ഈ ഒരു ഫിഗറിനകത്ത് ഞാൻ എന്തോ വരച്ചേക്കുന്നത്? എല്ലാം സിംബോളിക്കായിട്ട് വരച്ചിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് M, ഈ ഡിസ്റ്റൻസ് NY, ഈ ഡിസ്റ്റൻസ് MX, ഈ ഡിസ്റ്റൻസ് NY അല്ലേ? ജി മുതൽ ഫോഴ്സ് റിയാക്ടിങ് ഡിസ്റ്റൻസ് E. അത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ ഡേറ്റാ ബുക്കിലൊന്ന് നോക്കിയേ. പേജ് നമ്പർ 91 ഡേറ്റാ ബുക്ക് നോക്കി. പേജ് നമ്പർ 91 ഡേറ്റാ ബുക്ക് നോക്കി. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഏതൊക്കെ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആംഗിളാണ് തീറ്റ? എന്ന് പറഞ്ഞ ആംഗിൾ ഏതൊക്കെ ലൈൻസ് ജോയിൻ ചെയ്യുന്ന ആംഗിളാണ് തീറ്റ? നോക്കിയേ, ഈ തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ ഡേറ്റാ ബുക്ക് കാണിച്ചേക്കുന്നത് ഈ ഒരു ആംഗിളല്ലേ തീറ്റ എന്ന് പറയുമ്പം? ആണോ? ഈ ഒരു ആംഗിൾ തീറ്റ എന്ന് പറയുമ്പോഴത്തേന് ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ആ തീറ്റയുടെ ഈ ഈ ഒരു ഡിസ്റ്റൻസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഈ 2 പോയിന്റ് നമ്മൾ ഇതാണ് നമ്മുടെ R എന്ന് പറയുന്ന റിസൾട്ടൻറ്റ്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. R എന്ന് പറയുന്ന റിസൾട്ടൻറ്റ് ആ ഒരു ഡിസ്റ്റൻസാണ്. ഓക്കെ, ഈ R എന്ന് പറയുന്ന റിസൾട്ടൻറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? R റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ. ഈ ട്രയാങ്കിളിനകത്ത് R എങ്ങനെ കണ്ടുപിടിക്കും? R ഈക്വൽ ടു R ഈക്വൽ ടു BA² പ്ലസ് AG². എൻ്റെ കൂടെ ഏത് പോണേ പിള്ളേരെ? R ഈക്വൽ ടു BA² പ്ലസ് AG². BA² എന്ന് വെച്ചാൽ എന്താണ്? BA എന്ന് വെച്ചാൽ എന്താണ്? BA എന്ന് വെച്ചാൽ എന്താ? BA എന്ന് വെച്ചാൽ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഫിഗർ നോക്ക്. BA എന്ന് വെച്ചാൽ എന്താ? 100 - NY. BA എന്ന് വെച്ചാൽ MX അല്ലേ? അല്ലേ, MX. അപ്പോൾ BAയുടെ വാല്യൂ അറിയാമല്ലോ. എന്തോ എടുക്കണം? BAയുടെ വാല്യൂ എന്തോ ഇട്ട് കൊടുക്കണം? 45. ഇനി GA എന്ന് വെച്ചാൽ എന്താ? GA അല്ല, AG എന്ന് വെച്ചാൽ എന്തുവാ?
നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം. എത്ര? ഈ ഡിസ്റ്റൻസ് എത്ര? ഈ ഡിസ്റ്റൻസ് എത്ര? നിങ്ങൾ പറ. NY ഈ ഡിസ്റ്റൻസ് എന്തിനോട് ഈക്വലാടാ? അത് എത്ര? അതെത്രയാ? അത് 20. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 100. 100. അതെന്തോ N അല്ലേ? അല്ലേ? അപ്പം നമുക്ക് AG എന്ന് വെച്ചാൽ എന്തോ എഴുതാം? AG ഈസിക്കൽ ടു എന്തോ എഴുതാം? N മൈനസ് AG ഈസിക്കൽ ടു എന്തോ എഴുതാം? എടാ ഒന്ന് പറയടാ. N മൈനസ് NY. ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. N മൈനസ് NY എന്ന് കിട്ടും. അപ്പോൾ AGയുടെ വാല്യൂ ഇത്, Nൻ്റെ വാല്യൂ 100, NYൻ്റെ വാല്യൂ 20. അപ്പോൾ എത്ര കിട്ടും? AG 80. അപ്പോൾ ഈ BAയുടെ വാല്യൂ എത്ര? BAയുടെ വാല്യൂ MXൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. AGയുടെ വാല്യൂ എത്ര എടുക്കണം? 80 ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ Rൻ്റെ വാല്യൂ എത്ര കിട്ടുമെന്ന് പറഞ്ഞേ? Rൻ്റെ വാല്യൂ എത്ര കിട്ടുമെന്ന് പറഞ്ഞു? 91 കിട്ടും. നമുക്ക് എന്ത് വേണ്ട ഇപ്പം? തീറ്റ കണ്ടുപിടിക്കണം. ഇനി നോക്കി, ഈ തീറ്റ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഏത് ട്രയാങ്കിൾ എടുക്കണം? തീറ്റ കോസ് തീറ്റ എടുത്തേ. കോസ് തീറ്റ ഈസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്തുവാ? ഏതെങ്കിലും ട്രയാങ്കിൾ എടുത്താൽ മതി. ഈ ട്രയാങ്കിളോ ഈ ട്രയാങ്കിളോ ഏതെങ്കിലും എടുത്താൽ മതി. ഇതല്ലേ തീറ്റ? അപ്പോൾ തീറ്റ എന്ത് വരും? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്തുവാ? ഏതാ? കേട്ടില്ല. അവിടെ നമ്മളിപ്പോൾ ഈ ട്രയാങ്കിളിനകത്ത് നമുക്ക് ഈ ട്രയാങ്കിളല്ലേ എടുക്കുന്നത്? ഇത് തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഇത് തീറ്റ അല്ലേ? ഇത് തീറ്റ ആണെങ്കിൽ തീറ്റ അല്ലേ? ഏതാടാ? നമുക്ക് വേണ്ടത് തീറ്റയല്ലേ? അതെ. ആദ്യം തന്നെ ടാൻ തീറ്റ ചെയ്താ പോരെ? ടാൻ തീറ്റ എടുക്കുമ്പോൾ ഈ സൈഡ് ഇല്ലല്ലോ. അതല്ല, നമുക്ക് മേളിലത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. മുകളിലത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഈ ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ ഈ ഡിസ്റ്റൻസ് ഇല്ലല്ലോ. ഉണ്ടല്ലോ, രണ്ട് ഡിസ്റ്റൻസ്. MX ഇല്ലേ സാർ? ഏതാ? MX ആണല്ലോ. MX ആ ഡിസ്റ്റൻസ് അല്ലേ? അല്ല, ഈ ഡിസ്റ്റൻസ് ടാൻ തീറ്റ എടുക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എടുക്കുമ്പോഴത്തേന് ഈ ഡിസ്റ്റൻസ് 100 മൈനസ് NY അല്ലേ? ഏതാണ്? N മൈനസ് NY അല്ലേ? അങ്ങനെ ചെയ്യാം. എനിക്ക് ആറ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം ഉണ്ടടാ. അത് ഞാൻ പറഞ്ഞുതരാം. ആറ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് ആവശ്യമുണ്ട്. 6 കേട്ടോ, ഞാൻ പറയാം അങ്ങോട്ട്. 6 കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം ആവശ്യമുണ്ട്. അതെ അതെ അതെ. മതി. സിമെട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ ഒന്നും വരുന്നില്ല. സിമെട്രിക്കൽ ആണെങ്കിൽ മറ്റേ നമ്മൾ ആ കോസ് തീറ്റ എന്ന് പറഞ്ഞ സംഭവം എടുത്തിട്ട് അങ്ങ് ചെയ്താൽ മതി, ഇക്വേഷനകത്തുള്ള. അപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ച് 6 എത്ര കിട്ടി? 6ൻ്റെ വാല്യൂ നമുക്ക് ആവശ്യം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 6ൻ്റെ വാല്യൂ നമ്മൾ എവിടെ ആവശ്യം വരുന്നത് ഞാൻ പറഞ്ഞുതരാം. 6ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ തീറ്റ കണ്ടുപിടിച്ചു. തീറ്റ എത്ര കിട്ടി? തീറ്റ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിൽ കോസ് തീറ്റയോ ടാൻ തീറ്റയോ ഏത് വേണമെങ്കിലും എടുത്തിട്ട് കണ്ടുപിടിച്ചു. തീറ്റയുടെ വാല്യൂ എത്ര കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതി.
എത്ര? 29 ആണ് വരുന്നത്. കോസ് തീറ്റ ഞാൻ എടുത്തു കഴിഞ്ഞാൽ കോസ് തീറ്റ എന്ന് പറയുമ്പോഴത്തേന് എന്ത് വരും കോസ് തീറ്റയുടെ വാല്യൂ? AG ഡിവൈഡഡ് ബൈ R എന്ന് വരും. AG എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 വരും. R എത്ര കിട്ടും? 91.79 കിട്ടും. അപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ എത്ര കിട്ടും? അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്ര കിട്ടും? അപ്പോൾ കോസ് തീറ്റ അല്ലേ നമുക്ക് വേണ്ടത്, ഇക്വേഷനകത്ത് വേണ്ടത്. അപ്പം കോസ് തീറ്റ എന്നങ്ങ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ടോഡാഷ് കിട്ടി, കോസ് തീറ്റയും കിട്ടി. ഇനി ലാസ്റ്റ് നമുക്ക് എന്തുവാ വേണ്ടത്? ടോ ഡബിൾ ഡാഷ് വേണം അല്ലേ? ടോ ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷൻ എന്തുവാ? തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണ്ട, കോസ് തീറ്റ എന്നങ്ങ് ഇട്ടാൽ മതി. കോസ് തീറ്റയല്ലേ ഇക്വേഷനകത്ത് കിടക്കുന്നത്. അപ്പോൾ ടോഡിനെ അടുത്ത് നമുക്ക് ആ ടോമാക്സ് എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് നമുക്ക് എന്തൊക്കെ കിട്ടി? ടോമാക്സ് എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് എന്തൊക്കെ വേണം? ടോ ഡാഷ് വേണം, ടോ ഡബിൾ ഡാഷ് വേണം, കോസ് തീറ്റ വേണം. കോസ് തീറ്റയും കിട്ടി, ടോ ഡാഷും കിട്ടി. അടുത്ത് നമുക്ക് എന്ത് വേണ്ടേ? ടോ ഡബിൾ ഡാഷാണ്. ടോ ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷൻ എന്തുവാണ് അവിടെ കൊടുത്തേക്കുന്നത്? ടോ ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷൻ എന്തുവാ? P ഇൻറ്റു root of ഒരു മിനിറ്റ്. P into root of m square plus n square divided by 2 into j അല്ലേ? ഇതിനകത്ത് നമുക്ക് എന്തിൻ്റെ വാല്യൂ കൂടെ വേണം? P ഉണ്ട്, E ഉണ്ട്, M ഉണ്ട്, N ഉണ്ട്. ജെയുടെ വാല്യൂ എത്ര എടുക്കണ്ടേ? നോക്കിയേ, ജെയുടെ വാല്യൂ ഏതെടുക്കണ്ടേ? 602 ജെയുടെ വാല്യൂവോ? നിങ്ങൾ ചെയ്തോ ജെയുടെ വാല്യൂ? അതെ, 602. ജെയുടെ വാല്യൂ എങ്ങനെ ചെയ്യേണ്ടത്? ഏത് ഇക്വേഷൻ എടുക്കണ്ടേ? പേജ് നമ്പർ 96 4 1 1 2 3 4 അഞ്ചാമത്തെ റോയ്ക്കകത്ത് J ഈസിക്കൽ ടു എന്ത് കിടപ്പുണ്ട്? HT ഇൻറ്റു n പ്ലസ് m ഹോൾ റേസ് ടു 4 മൈനസ് ഓഫ് 6n സ്ക്വയർ m സ്ക്വയർ ഡിവൈഡ് ബൈ 12 ഇൻറ്റു n പ്ലസ് m എന്ന് പറഞ്ഞ ഫോമിലാണ്. ഇതിനകത്ത് നമ്മൾ HTക്ക് പോലെ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? 0.707 H ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ജെയുടെ വാല്യൂ കിട്ടും. ജെയുടെ വാല്യൂ എത്ര കിട്ടിയേ? ജെയുടെ വാല്യൂ എത്ര കിട്ടിയ? ജെയുടെ വാല്യൂ എത്ര കിട്ടിയേ? 602 ഇൻറ്റു 10⁻³ ഇൻറ്റു H കിട്ടി. ജെ എങ്ങോട്ട് ഇട്ട് കൊടുക്കണം? ഇട്ട് കൊടുക്കണം ജെ. ടോ ഡബിൾ ഡാഷ് ഇട്ട് കൊടുക്കണം. ടോ ഡബിൾ ഡാഷിൻ്റെ വാല്യൂ കിട്ടും. ഇത് നിങ്ങളുടെ 15 മാർക്ക് ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് ഷോർട്ടായി ക്വസ്റ്റ്യൻ. അപ്പം ജെയുടെ വാല്യൂ ടോ ഡബിൾ ഡാഷിനകത്ത് ഇട്ട് കൊടുക്കുമ്പം നമുക്ക് ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ വാല്യൂ എത്ര ഇടും? ഏകദേശം 1005.63 ഡിവൈഡ് ബൈ H എന്ന് കിട്ടും. അപ്പോൾ ലാസ്റ്റ് ഫൈനലി ടോമാക്സ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് 9
987.39 ഏതാ 987.39 വൈൽസ്. അത്രയാണോ കിട്ടിയത്? അപ്പോൾ എന്തായാലും വലിയ ഡിഫറൻസ് ഇല്ല. എങ്കിൽ കിട്ടുന്ന എഴുതിക്കോ. ടോ മാക്സ് ഇസിക്കൽ ടു ടോ 1 സ്ക്വയർ എ പ്ലസ് ടോ ഡബിൾ ഡാഷ് സ്ക്വയർ എ പ്ലസ് 2 ടോ ഡാഷ് ടോ ഡബിൾ ഡാഷ് കോസ് തീറ്റ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എച്ചിൻ്റെ വാല്യൂ എനിക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 14 പോയിൻ്റ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ളൊരു ഭാഗം എവിടെയാണെന്ന് എനിക്കറിയാം. 6 എന്ന് പറയുന്ന ഭാഗം എന്തിനു കണ്ടുപിടിച്ചു, അത് ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് തരാം. അത് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ഒരു സെക്ഷൻ മാത്രം ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് തരാം. ആ ഒരു സെക്ഷൻ മാത്രം ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് തരാം. എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് പറയാം. എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് പറ. നമുക്ക് ആ ഒരു സെക്ഷൻ മാത്രം, ഡൗട്ടുള്ള സെക്ഷൻ മാത്രം ഞാൻ. ഓക്കെ, അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ കൂടുതൽ പോളിസി ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് സമയമില്ല. ഒന്നെങ്കിൽ ഞാൻ ഒരു പ്രോബ്ലം ഇപ്പോൾ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. അല്ലെങ്കിൽ നിങ്ങൾ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 മണിക്ക് ശേഷം ഒരു 15 മിനിറ്റ്സ് എനിക്ക് തന്നാൽ മതി. ഒരു പ്രോബ്ലം കൂടെ ഞാൻ ചെയ്യിപ്പിക്കാം. കാരണം നാളെ ഞാൻ ഇതും കൊണ്ട് ഇരിക്കത്തില്ല. നാളെ ഞാൻ പുതിയൊരു സെക്ഷൻ തുടങ്ങുവാണ്. അഥവാ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 മണി തൊട്ടൊരു 1:15 വരെ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നമുക്ക് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അന്നേരം ഒരു 15 മിനിറ്റ്സ് എടുത്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ 5 മിനിറ്റ് കൊണ്ട് ഒരു പ്രോബ്ലം ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ചെയ്ത് തരാതെ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. എന്ത് വേണം നിങ്ങൾക്ക് തന്നെ പറയാം. നമുക്ക് കുറേ ക്ലാസ് മിസ്സായുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും പെൻഡിങ് വരുത്തില്ലായിരുന്നു. ഒരു 15 മിനിറ്റ്സ് എനിക്ക് ആഫ്റ്റർ 1 o'clock തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഫിനിഷ് ചെയ്യാം. നാളെ ഈ ഒരു ചെറിയ പ്രോബ്ലം കൊണ്ട് ഈ സെക്ഷൻ കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുതിയ സെക്ഷനിലോട്ട് പോകണം. അപ്പോൾ ഇതും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ലാഗ് ചെയ്ത് പോകും. അപ്പോൾ ഈ ടൈപ്പിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് എക്സ്പേർട്ട് ആകും. പിന്നെ ബാക്കി ഏത് ടൈപ്പ് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു 15 മിനിറ്റ്സ് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ ആഫ്റ്റർ 1 o'clock? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മണിയാകുമ്പോൾ ഞാനൊരു ലിങ്ക് ഇട്ടുതരാം. ഒരു മാക്സിമം ഒരു 15 മിനിറ്റ്സ് അല്ല 1 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 1:15 ഞാൻ നിങ്ങളെ വിട്ടേക്കാം. അപ്പോൾ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെൽഡ് എന്ന് പറയുന്ന സെക്ഷനകത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തൊരു ഡൗട്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എന്തായാലും 5 മിനിറ്റ് മുന്നേ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ 1 മണിക്ക് വരാം. ഓക്കെ ആണല്ലോ? ഒരു 15 മിനിറ്റ് കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല സാർ.